ഗുഡ് മോർണിംഗ്. ക്രേസി കപ്പിൾസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയില് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക് ആണോ എന്ന് ചോദിച്ചാല് നേരിട്ട് ബന്ധമൊന്നുമില്ല. പക്ഷേ ലോ ഓഫ് അട്രാക്ഷന്റെ ചില കാര്യങ്ങളെ സ്വാധീനിക്കാനായിട്ട്, അതായത് നമുക്കതിന്റെ മാനിഫെസ്റ്റേഷനെ സ്വാധീനിക്കാനായിട്ട് കഴിയുന്ന ഒരു ഘടകമുണ്ട്. അത് നമ്മുടെ സൈക്കോളജി റിലേറ്റഡ് ആണ്. അപ്പൊ ആ ഒരു കാര്യമാണ് ഇന്ന് പറയുന്നത്. എന്തിനാ ഇപ്പൊ സൈക്കോളജി പറയുന്നതെന്ന് ചോദിച്ചാൽ മറ്റൊന്നും അല്ല കേട്ടോ, ഇതിനകത്തുള്ള ചില അവസ്ഥകളിലൂടെയാണ് മനുഷ്യന്റെ ജീവിതം കടന്നു പോകുന്നത്. അപ്പൊ ഈ ഒരു അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന വ്യക്തികള് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ നട്ടുകൊടുക്കുന്ന, അതായത് നമ്മൾ എന്ത് വിത്താണോ അതിലേക്ക് വിതയ്ക്കുന്നത് അതിന്റെ തന്നെയല്ലേ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, അല്ലെ? അപ്പോ അതിലൊരു ചെറിയ ചേഞ്ച് നമുക്ക് വരുത്താം. അല്ലെങ്കിൽ ഈ റിസൾട്ട് കിട്ടാത്തവർക്ക്, മാനിഫെസ്റ്റേഷൻ ഡിലേ ആകുന്നവർക്ക് നമ്മുടെ ഒരു തോട്ട് പ്രോസസ് എന്താണ്, ഇതൊക്കെ സ്വയം ഒന്ന് വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇന്നത്തെ ഒരു വീഡിയോയുടെ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്ന് പറയും. അതായത് ഒരു സൈക്കോളജിക്കൽ തിയറിയാണ് ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. ഒരു വ്യക്തി അയാളുടെ പെരുമാറ്റം അല്ലെങ്കിൽ അയാളുടെ ചിന്താഗതികള് ഒക്കെ, അപ്പൊ ഈ തോട്ട് പ്രോസസ്സ്, അതുപോലെ അയാളുടെ ബിലീഫ് സിസ്റ്റം, അയാളുടെ ഒരു ബിഹേവിയർ, ഇതൊക്കെ സൊസൈറ്റിയിൽ, സമൂഹത്തിലുള്ള മറ്റുള്ളവരുമായിട്ടുള്ള ഈ ഒരു പെരുമാറ്റ രീതികളെ കുറിച്ചുള്ള ഒരു പഠനമാണ് ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഇതനുസരിച്ചിട്ട് ഒരു വ്യക്തി ഒന്നാണ്, പക്ഷെ അവൻ 3 അവസ്ഥകളിലൂടെയാണ് കടന്നു പോകുന്നതെന്നാ പറയുന്നത്. അതായത് ഒരു വ്യക്തിക്ക് 3 തരത്തിലുള്ള മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ഈഗോ സ്റ്റേറ്റ്സ് എന്ന് പറയും. അതിൽ 3 തരം എന്ന് പറയുന്നത്, 1 അഡൽട്ട് ഈഗോ, 2 പേരന്റ് ഈഗോ, 3 ചൈൽഡ് ഈഗോ. ഞാൻ അത് കുറച്ചുകൂടെ ഓർഡറിൽ പറഞ്ഞ പേരന്റ്, ചൈൽഡ്, അഡൽട്ട് എന്ന് പറയാം. ഈ പേരന്റ് ഈഗോ ഉള്ള ആളുകളുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, എന്താ ഈ പേരന്റ് ഈഗോ എന്ന് വെച്ചാല്, നമ്മൾ പറയില്ലേ, ഒരു കുട്ടി 5 വയസ്സായിരിക്കുമ്പോ വരെ എന്താണ് പേരൻസ് അവന് കൊടുക്കുന്നത്, അവന് അല്ലെങ്കിൽ അവൾക്ക് കൊടുക്കുന്നത്, അത് ലൈഫ് ലോങ് അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചർ ലൈഫിൽ അത് റിഫ്ലക്ട് ചെയ്യും എന്ന് പറയും. ഈ 5 വയസ്സ് വരെ നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ പിന്നെ ഒരു 20 വയസ്സ് വരെ അത് അതേപോലെ നമ്മൾ വളരാൻ അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട് അനുവദിക്കുകയാണ് എങ്കിൽ പിന്നെ ലൈഫ് ലോങ്ങിൽ മുഴുവൻ അവരുടെ ഓരോ പെരുമാറ്റ രീതികളിലും റിഫ്ലക്ട് ചെയ്യുന്നത് അതായിരിക്കും. അതായത് ഇപ്പോ പേരന്റ് ഈഗോയുടെ പ്രത്യേകതയാണ്, അതിൽ തന്നെ ഉണ്ട് കേട്ടോ, സപ്പോർട്ടീവ് ആയിട്ടുള്ള പേരന്റ്, അതുപോലെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേരന്റിങ് ഒക്കെ ഉണ്ട്. അപ്പോ സപ്പോർട്ടീവ് ആയിട്ടുള്ള പേരന്റിങ് ഉള്ളവരാണ്, ഇപ്പൊ നമ്മുടെ ഒരു കുട്ടി എക്സാം കഴിഞ്ഞിട്ട് മാർക്കൊക്കെ കാണിച്ച് വന്നിട്ട് പറയുകയാണ് മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മള് ഒന്ന് ചേർത്ത് പിടിച്ച് ഹഗ് ചെയ്ത് ഒന്ന് തോളത്ത് തട്ടി, സാരമില്ല, ഇറ്റ്സ് ഓക്കെ, നെക്സ്റ്റ് ടൈം നമുക്ക് ഇതിനേക്കാൾ കൂടുതൽ വാങ്ങിക്കാന്നേ, ഇതൊന്നും വലിയ കാര്യമല്ലല്ലോ, നമുക്ക് അടുത്ത തവണ നമുക്ക് ബെറ്റർ ആക്കാം എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ബിഹേവിയർ ഉള്ള വ്യക്തിയാണെങ്കിൽ ഓർത്തുകൊള്ളുക, അത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു പേരന്റ് ഈഗോ ആണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് ചൈൽഡ്ഹുഡില്. ചിലര് ക്രിട്ടിക്കൽ പേരന്റിങ് ഉണ്ട്, എന്തിനേയും ഏതിനേയും വിമർശിക്കുന്നവര്, ക്രിറ്റിസിസം ആണ് അതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നവര്. അങ്ങനെയുള്ളവരൊക്കെയാണ് വളരെ അവരുടെ പെരുമാറ്റ രീതികളിലൊക്കെ അതേ രീതിയിലായിരിക്കും. അതായത് മാർക്ക് കുറയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ശകാരിക്കുകയും, അത് അപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ, അതെങ്ങനെയായിരുന്നു, മൊബൈലല്ലേ ഫുൾ ടൈം കയ്യില്, എപ്പോഴെങ്കിലും പഠിച്ചിട്ടുണ്ടോ, അങ്ങനെയാണ് ഇങ്ങനെയാണ്, പിന്നെ എന്തിനു നിന്നെയൊക്കെ പഠിപ്പിക്കാൻ വിടുന്നു, എന്തിലും ഏതിലും വിമർശനം മാത്രമായിരിക്കും അവർക്ക് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നമ്മൾ ബിഹേവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു പേരന്റ് ഈഗോയാണ് എന്നാണ് പറയുന്നത്. ഇതേപോലെ ചൈൽഡ് ഈഗോ എന്ന് പറയുമ്പോഴത്തേക്കും, ചൈൽഡ്ഹുഡിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങള് നമുക്ക് വലുതായാലും, നമ്മൾ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഒക്കെ നടത്തുന്ന അതുകൊണ്ടാണ്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ വലുതാവുമ്പോഴും നമ്മുടെ ബിഹേവിയറിൽ വരുന്ന കാര്യമായിട്ടോ ഞാൻ ഈ പറയുന്നത്. അപ്പൊ ചൈൽഡ് ഈഗോയില് ഇപ്പൊ ഒരു കുട്ടി ഒരു 1-ലോ 2-ലോ ഒക്കെ പഠിക്കുന്ന ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി സ്കൂളൊക്കെ കഴിഞ്ഞ് നടന്ന് വീട്ടിലേക്ക് വരികയാണെന്ന് വെച്ചു. വഴിയിൽ വെച്ച് ഒരു സ്ട്രേഞ്ചർ, ഒരു അപരിചിതനെ കണ്ടപ്പോ അയാളിൽ നിന്ന് ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു അനുഭവമാണ് ഈ കുട്ടിക്ക് ഉണ്ടായത് എങ്കിൽ, അതൊക്കെ കഴിഞ്ഞു, ചെറുപ്പകാലമൊക്കെ കഴിഞ്ഞു, വളർന്നു വലുതായി, എത്ര ഏജ് ചെന്നാലും ഒരു സ്ട്രേഞ്ചറെ കാണുമ്പോൾ അപ്പോഴും ആ വ്യക്തിയിൽ ഒരു നെർവസ് ആവുകയും ടെൻസ്ഡ് ആവുകയും ഭയപ്പാടോടുകൂടി, അതായത് ഒരിക്കലും ഒരു സ്ട്രേഞ്ചറെ അപ്രോച്ച് ചെയ്യുന്നത് ശരിയായ രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ ആ വ്യക്തിക്ക്
സാധിക്കാതെ വരുന്നത് ചൈൽഡ്ഹുഡിൽ എന്താണോ അയാൾ എക്സ്പീരിയൻസ് ചെയ്ത് അതായിരിക്കും റിഫ്ലക്ട് ചെയ്യുക. അതേസമയം വളരെ കെയറിങ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു എങ്കിൽ, ഇതുപോലൊരു സ്ട്രേഞ്ചറെ കണ്ടു, എന്തെങ്കിലും കാരണവശാൽ നമ്മൾ വഴിതെറ്റി പോയി, ഏത് വീട്ടിലെയാണെന്നൊക്കെ ചോദിച്ച് കൊണ്ടുവിടാം എന്ന് പറഞ്ഞ് ആ വീട്ടിൽ കൊണ്ടുവന്ന് പേരന്റിനെ ഏൽപ്പിച്ച് വളരെ കെയർ ചെയ്ത ഒരു അനുഭവമാണ് എങ്കിൽ ഭാവിയിലും, അതായത് പിൽക്കാലത്തും ഒരു സ്ട്രേഞ്ചറോടുള്ള അപ്രോച്ച് പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലായിരിക്കും. അതായത് നമുക്ക് എന്താണോ സാഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണോ, പേടിപ്പെടുത്തുന്ന ഒരു മൊമെന്റ് ആണോ, ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണോ, എന്താണോ ചൈൽഡ്ഹുഡിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അത് സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുകയും അത് ഭാവിയിൽ ഫ്യൂച്ചർ ലൈഫിലുള്ള നമ്മളുടെ പെരുമാറ്റ രീതികളിലും നമ്മുടെ ചിന്താഗതികളിലും അത് റിഫ്ലക്ട് ചെയ്യുകയും ചെയ്യുന്നതാണ് പറയുന്നത്. ചില പേരന്റ് ഈഗോയിൽ തന്നെ വരണതാണ് റൂളായിട്ട്, അതായത് എന്തിനും ഏതിനും ഒരു ചിട്ട നിയമം കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. രാവിലെ നേരത്തെ എഴുന്നേൽക്കണം, ഒരു കാര്യം ആരെങ്കിലും തന്നു കഴിയുമ്പോൾ സേ താങ്ക് യു, ഓക്കെ, ഇതൊക്കെ അങ്ങനെയുള്ള ഒരു പേരന്റ് ഈഗോ ഉള്ളവര് ഏത് പ്രായത്തിലും അവർ ആ ഒരു റൂള് കീപ്പ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇതൊക്കെ നമ്മളിൽ എപ്പോഴൊക്കെയോ വന്നു പോകുന്ന വ്യക്തി ഒന്നാണെങ്കിലും ഈ പല ഈഗോസ്, പല സ്റ്റേറ്റ്, ഞാൻ പറഞ്ഞില്ലേ ഒന്നും ശാശ്വതമല്ല, ഒന്നും സ്ഥിരമായിട്ട് നിൽക്കുന്ന അവസ്ഥകളല്ല. ഇതൊക്കെ ഇങ്ങനെ മാറി മറിഞ്ഞു വരും. ചിലപ്പോൾ നമ്മൾ പേരന്റ് ഈഗോയിലേക്ക് കടക്കും, ചിലപ്പോൾ നമ്മൾ ചൈൽഡ് ഈഗോയിലേക്ക് വരും. ഇനി ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ അഡൾട്ട് ഈഗോ എന്ന് പറയും. അത് എൻറ്റയർലി ഡിഫറെന്റ് ആണ് ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളിൽ നിന്നും. അതായത് ചെറുപ്പത്തിൽ എന്ത് എക്സ്പീരിയൻസ് ചെയ്തുവെന്നോ, തന്റെ പേരൻസ് അല്ലെങ്കിൽ കെയർ ഗീവേഴ്സിൽ നിന്ന് അവർക്ക് എന്ത് കിട്ടിയെന്നോ ഉള്ളതല്ലാതെ അറ്റ് പ്രസന്റ്, ഈ പ്രസന്റിൽ അവര് നോക്കി കണ്ടുകൊണ്ട് ഇവിടെ റാഷണൽ ആയിട്ട് യുക്തിപരമായിട്ട് ചിന്തിച്ച് ഒരു ഡിസിഷൻ എടുത്ത് പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി നേടുന്ന ചില ബിഹേവിയറൽ പാറ്റേൺ ഉണ്ട്. അതാണ് അഡൾട്ട് ഈഗോയിൽ വരിക, മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ഹാബിറ്റ് എന്ന് പറയും. അപ്പൊ ഞാൻ ഈ പറഞ്ഞ 3 ഈഗോ സ്റ്റേറ്റ്സും ലോ ഓഫ് അട്രാക്ഷൻ തമ്മിൽ എന്ത് ബന്ധം എന്ന് ചോദിച്ചാൽ, ഈ ഓരോ ഈഗോ സ്റ്റേറ്റ്സിലൂടെ കടന്നു പോകുമ്പോഴത്തെ നമ്മുടെ ബിഹേവിയർ, നമ്മുടെ തോട്ട് പ്രോസസ് ഓരോ തരത്തിലുള്ള എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോ അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് വരുന്നത്. ഒരു കാര്യം കൂടി ഇതിന്റെ ഒപ്പം പറയാം, 4 തരത്തിലുള്ള ഒരു ലൈഫ് പൊസിഷനെ കുറിച്ചും അവിടെ പറയുന്നുണ്ട്. ഈ 4 ലൈഫ് പൊസിഷനിൽ ഏതിലാണ് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്, നിങ്ങളുടെ സിറ്റുവേഷൻ ഇതിനകത്ത് ഏതുമായിട്ടാണ് മാച്ച് ആണെന്ന് നിങ്ങളിത് സ്വയം ഐഡന്റിഫൈ ചെയ്യുക. നമ്മൾ പലപ്പോഴും സ്വയം തിരിച്ചറിഞ്ഞ് അതിന്റെ കാരണങ്ങളെ നമ്മൾ തന്നെ അനലൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി റിസൾട്ട് കിട്ടാൻ എന്ത് ചെയ്യണം ഇനി എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിൽ ഒന്നാമത്തെ ഒരു ലൈഫ് പൊസിഷനെ കുറിച്ച് പറയുന്നതാണ് ഐ ആം ഓക്കെ, യു ആർ ഓക്കെ. വളരെ പോസിറ്റീവായിട്ട് ജീവിതത്തെ എന്തിലും പോസിറ്റീവായിട്ട് കാണുന്ന കാഴ്ചപ്പാടോട് കൂടിയവരാണ് ഇവര്. ഞാനും പോസിറ്റീവാണ്, ഞാനും ഓക്കെയാണ്, നിങ്ങളും ഓക്കെയാണ്. അതായത് നിങ്ങളെയും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, ഞാൻ എന്നെ അംഗീകരിക്കുന്ന പോലെ തന്നെ നിങ്ങളെയും അംഗീകരിക്കുന്നു. ഏറ്റവും മികച്ച ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഹൈ പോസിറ്റീവ് വൈബ് എന്നൊക്കെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. അങ്ങനെ കാണുന്ന ആളുകള് എന്ത് തരത്തിലുള്ള ഒരു, അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എത്ര തന്നെ ബ്ലെയിം ചെയ്താലും ഓക്കെ, അത് കേൾക്കുന്നു. ഉടനെ നമ്മൾ സഡൻലി അതിനെ റിയാക്ട് ചെയ്യല്ല, അത് കേൾക്കുന്നു. കേട്ടതിന് ശേഷം എന്തായിരിക്കും ആ വ്യക്തി ഇപ്പൊ അങ്ങനെ എന്നോട് ബിഹേവ് ചെയ്യാൻ കാരണം, അതിന്റെ സിറ്റുവേഷൻ എന്തായിരിക്കും, ഇതേക്കുറിച്ച് വളരെ യുക്തിപരമായി ചിന്തിക്കുന്ന ഒരു അഡൾട്ട് ഈഗോ അവിടെ പ്രവർത്തിക്കുന്നവരാണ് ഐ എം ഓക്കെ, യു ആർ ഓക്കെ എന്ന കാറ്റഗറിയിൽ വരുന്നവര്. രണ്ടാമത്തെയാണ് ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. അതായത് ഏറ്റവും എന്താ പറയുന്നത്, നമ്മളെ കാണുന്നത് പോസിറ്റീവായിട്ടാണ്, സെൽഫ് പെർസ്പെക്റ്റീവിൽ അവര് പോസിറ്റീവാണ്, ഓക്കെയാണ്. പക്ഷെ ബാക്കിയുള്ളവരെല്ലാം നെഗറ്റീവാണ്. അതായത് എന്തിനേയും ഒരിക്കലും ഒരു കാര്യത്തിലും അവർക്ക് തെറ്റുപറ്റിയതായിട്ട്, അതായത് നമ്മൾ ഹോപ്പിനൊക്കെ പറയുമ്പോൾ ഐ ആം സോറി പറയില്ലേ, ആ കാറ്റഗറിയിൽ ഇവർക്ക് അത് ഉൾക്കൊള്ളാനേ പറ്റില്ല. ഞാൻ എന്തിനു സോറി പറയണം, എന്റെ ഭാഗത്ത് നല്ല ഒരു മിസ്റ്റേക്കും വന്നിട്ടുള്ളത്, ഞാൻ ഓക്കെയാണ്. ഡ്രൈവ് ഒക്കെ ചെയ്ത് പോകുമ്പോ പലപ്പോഴും എന്താണ് റോങ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ പോലും അവർ അവരുടെ ഭാഗം ന്യായീകരിക്കുന്നതായിട്ടുള്ള ചില ഡ്രൈവേഴ്സിനെ കണ്ടിട്ടില്ലേ? ഓക്കെ, അപ്പോ ഒരു റോഡിലൂടെ വാഹനം പോകുമ്പോ അതിൻ്റെതായ രീതിയിൽ കറക്റ്റ് ആയിട്ട് അവരല്ല പോയിരിക്കുന്നത്. ഓപ്പോസിറ്റ് വന്നിരിക്കുന്ന ഒരാൾ നല്ല രീതിയിൽ വന്നു, ഇവിടുന്ന് വന്ന മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും ഈ കാറ്റഗറിക്കാർ ഒരിക്കലും അവരുടെ മിസ്റ്റേക്കിനെ അംഗീകരിക്കില്ല. അവർ ഓക്കെയാണ്, യു ആർ നോട്ട് ഓക്കെ.
ഇങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡുള്ള ആളുകളൊക്കെ ഒരു ബോസായിട്ടോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തില് നമുക്ക് എന്താ പറയുന്ന ഹെഡായിട്ടൊക്കെ വന്നു കഴിഞ്ഞാലത്തെ അവസ്ഥ നിങ്ങൾക്ക് തന്നെ അറിയാം. മാനേജിങ് കേപ്പബിലിറ്റി ഉണ്ടായിരിക്കും, അവരുടെ സൈഡിൽ അവർ പോസിറ്റീവ് ആയിരിക്കും, ബട്ട് ഓപ്പോസിറ്റ് സൈഡിലുള്ളവരെല്ലാം നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു ചിന്താഗതിയിലും ഒരു പരിധി വരെ സെൽഫ് ലവ് അല്ലെങ്കിൽ അവരുടെ ഭാഗം പോസിറ്റീവായിട്ട് അവർ കീപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്കും ഏറെക്കുറെ റിസൾട്ട് ഓക്കെയാണ്. ഞാൻ ആദ്യം പറഞ്ഞ 2 കാറ്റഗറിയിലുള്ളവർക്ക്. മൂന്നാമത്തെ കാറ്റഗറിയാണ് ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ. അതായത് ഒരു ഉൾവലിഞ്ഞ് നിൽക്കുന്ന ക്യാരക്ടേഴ്സ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകള്. ഇതൊന്നും എനിക്ക് വർക്കാവില്ല, എനിക്ക് ശരിയാവില്ല, നിങ്ങൾക്കതൊക്കെ ഓക്കെ ആവും. എന്തെങ്കിലും ഒരു കാര്യം, ഒരു പുതിയ കോഴ്സിന് ചേരാം എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട്സ് നിർബന്ധിക്കും പോലും എനിക്കത് സെറ്റ് ആവില്ല, നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്തോ, ഞാൻ വേറെ ഏതെങ്കിലും നോക്കിക്കോളാം. ഒരു സ്ഥലത്തേക്ക് പോവാം എന്ന് പറയുമ്പോൾ പോലും ഓ ഞാനില്ല, നിങ്ങൾ പൊക്കോ. എന്തിലും ഉൾവലിഞ്ഞു നിൽക്കുന്ന കാറ്റഗറിയാണ്. ഇതൊന്നും എനിക്ക് ശരിയാവില്ല, ഇതൊന്നും എനിക്ക് വർക്കാവില്ല, ഇതൊക്കെ മറ്റാർക്കോ, നിങ്ങൾക്കതൊക്കെ ഓക്കെയാണ്, നിങ്ങൾക്കതെല്ലാം ശരിയാവും, എനിക്കിതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന കാറ്റഗറിയാണ്. അവിടെ നെഗറ്റിവിറ്റിയാണ് കൂടുതൽ എന്ന് തിരിച്ചറിയുക. അതും ചൈൽഡ്ഹുഡിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു ചൈൽഡ് ഈഗോ സ്റ്റേറ്റിലൂടെ കടന്നു പോയിട്ടുള്ളവരായിരിക്കാം. ആ ചൈൽഡ്ഹുഡിൽ എക്സ്പീരിയൻസ് ചെയ്യപ്പെട്ടത് സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുകയാണ്. ഈ കാറ്റഗറിയിലുള്ള ആളുകൾ മസ്റ്റ് ആയിട്ടും ഇന്നർ ചൈൽഡ് ഹീലിംഗ് കണ്ടക്ട് ചെയ്ത് നടത്തി അത് എല്ലാം റിമൂവ് ചെയ്താൽ മാത്രമാണ് അവരെ നമുക്ക് മേൽ പറഞ്ഞ കാറ്റഗറിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി ലാസ്റ്റ് കാറ്റഗറി ഏതാണെന്നറിയോ? ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാനും ശരിയല്ല, നിങ്ങളും ശരിയല്ല, ഈ ലോകമേ ശരിയല്ല, ആരും ശരിയല്ല, ഇവിടുത്തെ ഒരു സിസ്റ്റവും ശരിയല്ല, എന്തിനും ഏതിനെയും കുറ്റം പറയുന്നവർ. എന്ത് പറഞ്ഞാലും മുഖ്യമന്ത്രി രാജിവെക്കുക എന്ന് പറയുന്ന പോലെ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും ഇതൊന്നും ഇവിടെ നടപ്പാവണ കാര്യമല്ല. എന്തുകൊണ്ടത്? ഈ പൊട്ടക്കണറ്റിൽ വീണ തവളകളെ പോലെയില്ലേ, അവരോരൊട്ട് കയറി പോവുകയില്ല, ബാക്കിയുള്ളവരെ രക്ഷപ്പെടുത്തുകയില്ല. എന്ത് കാര്യം വന്നു കഴിഞ്ഞാലും ഒരു പുറത്തേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് ഒരു സുഹൃത്ത് വന്ന് ചോദിക്കുകയാണെങ്കിൽ എടാ ഇതിലൊന്നും ഒരു കാര്യമില്ല, അവിടെയൊക്കെ പോയിട്ട് എത്ര പേരാ അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് വരുന്നതെന്നറിയോ, അവിടെയൊന്നും നിർത്തുമൊന്നുമില്ല, വെറുതെ കുറെ പൈസ കളയാന്നുള്ളതല്ലാതെ നീ നോക്കുന്നുണ്ടോ, നിന്റെ ഏതെങ്കിലും റിലേറ്റീവ് അങ്ങനെ പോയിട്ട് എക്സ്പീരിയൻസ് ഉണ്ടോ? ഞാൻ നോക്കുന്നൊന്നുമില്ല, ഞാൻ പറഞ്ഞില്ലേ ഇതൊന്നും ശരിയാവും പോണ കാര്യമൊന്നുമല്ല, നീ ഓ അതൊന്നും വേണ്ട. ഇതാണ് ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാനും ശരിയല്ല, നിങ്ങളും ശരിയല്ല, ആരും ശരിയല്ല, ഇവിടുത്തെ സിസ്റ്റവും ശരിയല്ല, ഇങ്ങനെയൊന്നും പോയിട്ടൊരു കാര്യവും ഇല്ല, ഇതൊക്കെ തട്ടിപ്പാണ്, വെട്ടിപ്പാണ് എന്നൊക്കെ പറയുന്ന കാറ്റഗറി. ഹൈലി നെഗറ്റിവിറ്റിയുടെ ഒരു കൂമ്പാരമാണ് അവിടെ. അപ്പോ ഇതില് ഈ 4 ലൈഫ് പൊസിഷനില് ഏതാണ് നമ്മുടെ ബിഹേവിയർ, ഏതാണ് നമ്മുടെ ചിന്താഗതികൾ പോകുന്നത്? ഇനി ചിന്താഗതി ഏതാണെന്നറിയാൻ നിങ്ങളുടെ വികാരങ്ങളെ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോ നിങ്ങൾക്ക് ഉണ്ടാവുന്നത് വികാരങ്ങൾ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് സന്തോഷമാണെങ്കിലത്തെ ഒരു കാര്യം ചിന്തിച്ചു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ദേഷ്യമാണ് തോന്നുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വികാരം നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഒരു വ്യക്തിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഒരു സാഹചര്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഉള്ള ഫീലിംഗ് എന്താ വരണേന്ന് ആദ്യം ചിന്തിക്കുക. ഫീലിംഗ് വരുമ്പോൾ തന്നെ നിങ്ങൾ ഓർത്തോളുക നിങ്ങളുടെ ചിന്താഗതി, അതായത് നമുക്കറിയാലോ ദേഷ്യം, സങ്കടം, ഭയം തുടങ്ങിയ വികാരങ്ങൾ നിങ്ങളുടെ ശരീരം എന്തായാലും കാണിക്കും. നിങ്ങൾ ചിന്തിക്കുമ്പോഴേക്കും ശരീരം അത് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പൊ ശരീരത്തിൽ വരുന്ന ആ മാറ്റം എന്ന് പറയുന്നത് ഈ ഭയമാണോ, സങ്കടമാണോ, സന്തോഷത്തിൻ്റെതാണോ എന്ന് തിരിച്ചറിയുക. എന്നിട്ട് അതിനനുസരിച്ചിട്ട് നമ്മുടെ ചിന്താഗതികൾ മാറ്റിക്കൊടുക്കുക. അപ്പൊ ഈ ചിന്താഗതികൾ മാറ്റുന്നതിന് ഈ ഒരു പഠനം എന്ന് പറയുന്നത്, പഠനമൊന്നും അല്ല കേട്ടോ ഇത്, ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ജസ്റ്റ് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എക്സ്പീരിയൻസ് ചെയ്യപ്പെട്ടിട്ടുള്ള പലതും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ വന്ന് വിത്തുകളായി വന്നിട്ടുണ്ട്. ആ വിത്തുകളാണ് നാളെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? നമ്മള് വിളവെടുപ്പ് നടത്താനായിട്ട് പോകുന്നത്. അതായത് ഇപ്പൊ ഒരു പാവലിന്റെ വിത്താണ് നമ്മൾ കൊണ്ടുവന്ന് നട്ടിട്ടുള്ളത് എങ്കിൽ അത് വളർന്ന് വലുതായി അതിൽ നിന്ന് കായ്ക്കുന്ന ഫലം പാവയ്ക്ക തന്നെ ആയിരിക്കും, അല്ലെ? തക്കാളിയോ മാങ്ങയോ ഒന്നും അതിൽ നിന്ന് നമുക്ക് കിട്ടില്ല. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി അറിയാതെ ഈ പറയുന്ന ഈ പൊസിഷനിൽ, ഏതെങ്കിലും ഒരു ലൈഫ് പൊസിഷനിൽ നമ്മൾ അതിലൂടെ കടന്നു പോകുന്ന പക്ഷം നമ്മൾ പോലും ചിന്തിക്കുന്നില്ല. ഇപ്പൊ ഈ പറഞ്ഞ 4 ലൈഫ് പൊസിഷനിൽ ഏതാണ് നമ്മളൊന്നും ചിന്തിച്ചിട്ടല്ല ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുന്നതോ നമ്മുടെ പ്രവൃത്തികൾ ചെയ്യുന്നതോ രാത്രിയാവുന്നതോ കിടന്നുറങ്ങുന്നതോ ഒന്നും, ശരിയല്ലേ? പക്ഷെ ഇതിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏതാണ് എന്തിന്റെ വിത്താണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇട്ടത്, നാളെ അതാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്.
അതുകൊണ്ട് ഏത് റിസൾട്ട് ആണോ വേണ്ടത് അതിന്റെ ഫീഡ് എന്താണ് അത് നമ്മൾ ഇൻപുട്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. അപ്പോ എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കാണാം. താങ്ക്